ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ചോദ്യങ്ങളിലൂടെ പഠിക്കാം. നിരവധി എക്സാംസ് ആണ് 2025 പ്രിലിംസ് എക്സാം നടക്കുന്നു, മെയിൻസ് എക്സാം വരാൻ പോകുന്നു, 10th, അതുപോലെ തന്നെ ഡിഗ്രിയുടെ പ്രിലിംസ് എക്സാം വരുന്നു, 10th പ്രിലിംസ് വരുന്നു, യൂണിഫോം ലെവൽ എക്സാംസ് വരുന്നു. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളമാണ്. 2023 കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി പ്രഖ്യാപിച്ചത്, സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങും മുകൾ. സ്ട്രൈക്കിംഗ് എ കോഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സ്ട്രൈക്കിംഗ് എ കോഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് PS ശ്രീധരൻ പിള്ള. താക്കോൽ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? താക്കോൽ എന്ന നോവലിന്റെ രചയിതാവാണ് ആനന്ദ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സി രാധാകൃഷ്ണൻ. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര താരം ആരാണ്? സുരേഷ് ഗോപി. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഹൈക്കോടതി രൂപം നൽകിയ കൺവീനർ ആരാണ്? അഡ്വക്കേറ്റ് രമേശ് ബാബുവാണ്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം. നീതി ആയോഗ് സമാനമായി എല്ലാ സംസ്ഥാനങ്ങളിലും സജ്ജമാക്കുന്ന സംവിധാനം എന്ത്? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. നീതി ആയോഗ് സമാനമായി എല്ലാ സംസ്ഥാനങ്ങളിലും സജ്ജമാക്കുന്ന ഒരു സംവിധാനമാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രം ഏതാണ്? മലയാള ചലച്ചിത്രം സൗദി വെള്ളയ്ക്ക. പായ്ക്കപ്പലിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തെരഞ്ഞെടുത്ത വനിതാ ഉദ്യോഗസ്ഥ ആരാണ്? ദിൽന. അഭിലാഷ് ടോമിയുണ്ട് പായ്ക്കപ്പൽ ലോകം ചുറ്റി വന്നത്. ഇത് വനിതാ ഉദ്യോഗസ്ഥയാണ് ദിൽന. 2023 മെയ്യിൽ സ്പോർട്സ് കൗൺസിലിന്റെ മികച്ച വനിതാ പുരുഷ താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M ശ്രീശങ്കർ, അപർണ ബാലൻ. അപ്പോ GV രാജ പുരസ്കാരം ഇവിടെ ചോദിച്ചത് വനിതാ പുരുഷ താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരം ലഭിച്ചത് ആര് എന്നാണ്? M ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്. അപർണ ബാലൻ ബാഡ്മിന്റൺ താരമാണ്. 46ാമത് കേരള ഫിലിം അവാർഡ് 2022 മികച്ച നടൻ ആര്? 46ാമത് കേരള ഫിലിം അവാർഡ് മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ. പോർച്ചുഗലിലെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആര് എന്ന് ചോദിക്കും. ടൊവിനോ തോമസ്. കുഞ്ചാക്കോ ബോബൻ ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് 2022 കുഞ്ചാക്കോ ബോബൻ. ഇനി നടി ദർശന രാജേന്ദ്രനാണ്. സംവിധായകൻ മഹേഷ് നാരായണന് ഏത് ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? അറിയിപ്പ് എന്ന ചിത്രത്തിനാണ്. ദർശനയാണ് നടി. സ്ത്രീകൾക്ക് പ്രത്യേക പിങ്ക് പാർക്ക് നിലവിൽ വന്ന നഗരം. പിങ്ക് പാർക്ക് സ്ത്രീകൾക്ക് വേണ്ടി നിലവിൽ വന്നത് ഡൽഹി. നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തുന്നു. മഹാരാഷ്ട്ര. 2022-23 സാമ്പത്തിക വർഷം പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് അറിയപ്പെടുന്നു. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരാഖണ്ഡ്. തുംഗനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡ്.
മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ദേശീയ ഹരിത ട്രൈബ്യൂണൽ 4000 കോടി പിഴയിട്ട സംസ്ഥാനം. ദേശീയ ഹരിത ട്രൈബ്യൂണല് 4000 കോടി പിഴയിട്ടു. ഏത് സംസ്ഥാനത്തിന്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം. ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്നത് രാജസ്ഥാൻ. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപം ഉണ്ടായ ഇന്ത്യൻ സംസ്ഥാനം. ഗോത്രവർഗം പ്രതിഷേധം കലാപത്തിലേക്ക് നയിച്ചു മണിപ്പൂർ എന്ന സംസ്ഥാനം. ഇന്ത്യൻ നാവികസേന വിജയകരമായി പരീക്ഷിച്ച ശബ്ദത്തേക്കാൾ 3 ഇരട്ടി മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. ISRO വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമാണ് NVS-01. GSLV F-12 എന്ന വാഹനമാണ് ഗതിനിർണയ ഉപഗ്രഹം NVS-01. 2023 ടൈം മാഗസിൻ കവറിൽ ഇടം നേടിയ ബോളിവുഡ് താരമാണ് ദീപിക പദുക്കോൺ. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം 2ാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് എത്ര രൂപ ദിനം നൽകും? 6000 രൂപ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം എത്ര? 4 സിം കാർഡ്. നേരത്തെ 9 ആയിരുന്നു, ഇപ്പോ 4. ഏത് മുൻ ഇന്ത്യൻ ഫുട്ബോളറുടെ ജന്മദിനമാണ് ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ AIFF തീരുമാനിച്ചത്? ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. PK ബാനർജിയുടെ ജന്മദിനം. പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത തീയതി? 2023 മെയ് 28 പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത്. 888 ലോക്സഭ. രാജ്യസഭ 384. 65,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിന് ബിമൽ പട്ടേലാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ചെയ്ത വ്യക്തി. അപ്പോ ഇദ്ദേഹത്തിന് 2019 പത്മശ്രീ ബഹുമതി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിമൽ പട്ടേൽ. ത്രികോണ ഷേപ്പാണ്. 2023 IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരാണ്? പ്രീമിയർ ലീഗ് ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. റണ്ണറപ്പ് ആരാണ്? ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. IPL ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ് ആണ് റണ്ണറപ്പ്. അടുത്തത്, രാജ്യം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 75 രൂപ നാണയം പുറത്തിറക്കി. ഏത് മന്ദിരത്തിന്റെ ചിത്രമാണ് ഉള്ളത്? പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രമാണുള്ളത്. സെൻട്രൽ വിസ്ത പ്രോജക്ട് എന്നറിയപ്പെടുന്ന പുതിയ പാർലമെന്റ് മന്ദിരം ആരാണ് നിർമ്മാണ ചുമതല? ടാറ്റ പ്രോജക്റ്റ് ആണ്. ടാറ്റ പ്രോജക്റ്റ്. ഇനി നമുക്ക് 2-3 ചോദ്യങ്ങൾ അല്ലാണ്ട് നോക്കാം. ആദ്യ ചോദ്യം, ഫ്രാൻസിന്റെ മാർപ്പാപ്പ ആത്മകഥ എന്താണ്? ഹോപ്പ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഫ്രാൻസ് മാർപ്പാപ്പ, ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? ആൻസർ എന്താണ്? ഹോപ്പ്. ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറി നേടിയ വനിതാ ക്രിക്കറ്റ് താരം? ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറി നേടിയ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. ഏറ്റവും കൂടുതൽ ഏകദിന വനിതാ ക്രിക്കറ്റ് സെഞ്ചുറി നേടിയ താരം സ്മൃതി മന്ദാന. ഇന്ത്യൻ നേവി ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ ഏതാണ്? ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ INS സർവേക്ഷക്. ഇനി ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കളിച്ച റെക്കോർഡ് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം റെക്കോർഡ് കളിച്ചു എന്നുള്ള റെക്കോർഡ് നൊവാക് ജോക്കോവിക്കിനാണ്. നൊവാക് ജോക്കോവിക് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കളിച്ച റെക്കോർഡാണ്. സെർബിയക്കാരനാണ് നൊവാക് ജോക്കോവിക്. ടെന്നീസ് കളിക്കാരനാണ്. അടുത്തത്, ജെഫ് ബിസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനി നിർമ്മിച്ച റോക്കറ്റിന്റെ പേരെന്ത്? ന്യൂ ഗ്ലെൻ ആണ് ജെഫ് ബിസോസിന്റെ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ജെഫ് ബിസോസിന്റെ ബ്ലൂ ഒറിജിൻ നിർമ്മിച്ച റോക്കറ്റിന്റെ പേരാണ് ന്യൂ ഗ്ലെൻ.
ഓടക്കുഴൽ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ഓടക്കുഴൽ പുരസ്കാരം 2024 കെ അരവിന്ദാക്ഷൻ. ഏത് കൃതി? ഗോപ എന്ന കൃതി. കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായി ആദ്യമായി ഒരു പുരുഷൻ വരുന്നു. RLV രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ. ഇനി ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറി നേടുന്ന നമ്മുടെ വനിതാ താരത്തെ കണ്ടില്ലേ? സ്മൃതി മന്ദാന. അടുത്തത് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? ടെൻസിംഗ് നോർഗെ സാഹസിക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ജിതിൻ വിജയന. ജിതിൻ വിജയൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.